Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. And I believe today the Lord is going to do something big, something great in your life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ, മഹത്തരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ God വിശ്വസിക്കുന്നു. always allows to do something new കർത്താവ് എല്ലായ്പ്പോഴും പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ because He is a ആഗ്രഹിക്കുന്നു. progressive God. കാരണം അവൻ പുരോഗമനത്തിന്റെ So ദൈവമാണ്. you can expect something new today. അതുകൊണ്ട് ഇന്ന് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. So if you're watching this on a channel, you can invite others also right now to watch this channel. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിലൂടെയാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ചാനൽ കാണുവാനായിട്ട് And if പ്രോത്സാഹിപ്പിക്കുക. you're watching this on a social media platform, just share the link with others അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് കാണുന്നതെങ്കിൽ ഇതിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് so ഷെയർ that ചെയ്തു through you many people around will be blessed. നിങ്ങളിലൂടെ ചുറ്റുവട്ടത്തുമുള്ള ഒത്തിരി ആളുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. So before we get into the praise and worship and word, we are going to pray for the important sponsors of today's episode. ഇന്നത്തെ ആരാധനയിലേക്കും അതുപോലെ ഗാന ശുശ്രൂഷയിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നമേ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. All right. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്നുള്ളത് പന്തളത്ത് നിന്ന് നിർമ്മലയാണ് നമ്മുടെ ആദ്യത്തെ സ്പോൺസർ. Thank you so much, Nirmala. കർത്താവെ എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ കൃപ കൊടുക്കണമേ. മകൻ്റെ വിവാഹം ദൈവഹിതപ്രകാരം നടക്കുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ വെൽവിഷറാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ഇളയ മകൾക്ക് തലമുറകൾ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി എല്ലാവരും യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിനും അതുപോലെ തന്നെ ദൈവകൃപയിലും ഉറച്ചു നിൽക്കുവാൻ, ദൈവിക സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ ശുഭ സുധീർ ആണ്. അടുത്ത നമ്മുടെ Thank you സ്പോൺസർ. so much, Shubha. കർത്താവെ ഞങ്ങൾ ഇതുവരെ അങ്ങ് നൽകിയ നന്മകൾക്ക് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ഭർത്താവ് സുധീറും കുടുംബാംഗങ്ങളും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു വെൽവിഷറാണ്. Thank you so much, Well-wisher. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് മകളുടെ ആത്മീക വിടുതലിനും ദൈവഭയമുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും, കർത്താവെ മകൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവരാജ്യത്തിനായി പ്രയോജനപ്പെടുവാനും ദൈവഭയമുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സ്പോൺസേഴ്സിനെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Thank you so much, all sponsors, once again. ഒരിക്കൽ കൂടെ എല്ലാ സ്പോൺസേഴ്സിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. Our God is a rewarder, നമ്മുടെ ദൈവം പ്രതിഫലം നൽകുന്നവനാണ്, even for small things. കൊച്ചു കാര്യങ്ങൾക്ക് പോലും. So I encourage all of you watching around the globe to be a part of this ministry. ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകമായി And പ്രോത്സാഹിപ്പിക്കുന്നു. the details are shown on the screen. അതുമാത്രമല്ല ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ And സാധിക്കുന്നു. right away, we are going to worship the Lord together with our worship team. തുടർന്ന് നമ്മുടെ വർഷിപ്പ് ടീമിനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. തിരുമുൻപിൽ യാഗമാക്കുവാൻ
തേജസ്സിന്റെ മാർവിടമേ. സ്വർഗ്ഗസുഖപീഠം വെടിഞ്ഞു, സ്വർഗ്ഗസുഖപീഠം വെടിഞ്ഞു, എന്നെ തേടി വന്നവനേ. തേജസ്സിന്റെ വസ്ത്രം മുറിഞ്ഞു, തന്നെത്താൻ താഴ്ത്തിയോനേ. സ്വർഗ്ഗസുഖപീഠം വെടിഞ്ഞു, എന്നെ തേടി വന്നവനേ. തേജസ്സിന്റെ വസ്ത്രം മുറിഞ്ഞു, തന്നെത്താൻ താഴ്ത്തിയോനേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്കു യോഗ്യനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്കു യോഗ്യനായി. സ്തുതികൾക്കു യോഗ്യനായി. സ്തുതികൾക്കു യോഗ്യനായി. സ്തുതികൾക്കു യോഗ്യനായി. So, how can we know that we are intimate with the Holy Spirit or not? എങ്ങനെയാണ് പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് അടുപ്പമുണ്ട് അല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ So, in സാധിക്കും? different episodes, I'm giving you different tips. വ്യത്യസ്തമായ എപ്പിസോഡുകളിലൂടെ ഞാൻ വ്യത്യസ്തമായ ടിപ്പുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. So, the next tip is a desire for prayer. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. So, when you are in relationship with somebody, when you have intimate relationship with somebody, you will always talk. നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കും. Sometimes people quarrel. ചില സമയത്ത് ആളുകൾ വഴക്കിടാറുണ്ട്. So, when people quarrel, sometimes they keep quiet. ചില സമയത്ത് ഇങ്ങനെ വഴക്കിടുന്ന സമയത്ത് ആളുകൾ മിണ്ടാതിരിക്കും. But when they are close, they talk and talk and talk and talk. എന്നാൽ അവർ അടുപ്പമുള്ള സമയത്ത് അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. You might have noticed when a boy and girl is in an affair, they talk and talk and talk. Sometimes directly over the phone, they chat, they send text messages, audio messages, pictures. So always they communicate. സാധാരണ നിങ്ങൾക്കറിയാം, ഒരു വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ ഇടയിൽ അവർ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഫോണിലൂടെ സംസാരിക്കും, നേരിട്ട് സംസാരിക്കും, അങ്ങനെ അവർ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. So when you are in an intimate relationship with the Holy Spirit, you will have a desire for prayer. ഇത്തരത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടായിരിക്കും. In some other episode, I was talking about how the Holy Spirit left humanity and how he came back. ചില എപ്പിസോഡുകളിൽ മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് മനുഷ്യരാശി വിട്ടുപോയത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് തിരികെ അവരിലേക്ക് വന്നത്. Genesis 6:3 he left humanity. ഉൽപ്പത്തി പുസ്തകം 6:3 അവൻ മനുഷ്യരാശിയെ വിട്ടുമാറി. Acts chapter 2 he came back. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവൾ തിരികെ വന്നിരിക്കുന്നു. Before leaving humanity, people were close to God. They had intimate relationship with God. എന്നാൽ പരിശുദ്ധാത്മാവ് മനുഷ്യരാശിയെ വിട്ടു പോകുന്നതിന് മുന്നമേ ദൈവത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ദൈവവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. Now after Acts chapter 2 also that intimate relationship was restored. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ അഭേദ്യമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So in these two scenarios, when they had intimate relationship with God, they communicated a lot.
ഈ രണ്ട് പശ്ചാത്തലത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കൊണ്ട് പരസ്പരം അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. Coming to Acts chapter 2 verse number 42. ഇനി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. This is after the restoration of the relationship with humanity and the Holy Spirit. ഇത് പരിശുദ്ധാത്മാവും അതുപോലെ തന്നെ മനുഷ്യരാശിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു പുനഃസ്ഥാപനത്തിന് ശേഷം നടന്നിട്ടുള്ള കാര്യമാണ്. What was the result? They devoted themselves to apostles' teaching and to fellowship, to the breaking of bread and to prayer. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. So the last one, they devoted themselves to prayer. ഇവിടെ അവസാനത്തെ കാര്യം എഴുതിയിരിക്കുന്നത് അവർ തങ്ങളെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ്. So what is prayer? എന്താണ് പ്രാർത്ഥന? Prayer is talking to God. ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. And it is a talk back system. He will talk back to people. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സംഭാഷണ ശൈലിയാണിത്. So when you are in relationship or when you have intimate relationship with the Holy Spirit, you have a desire for prayer and you will devote yourselves to prayer. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു അടുപ്പം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. When we come to Acts chapter 3, the next chapter, ഇനി ഇപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അടുത്ത അധ്യായത്തിലേക്ക് വന്നാൽ, one day Peter and John were going up to the temple at the time of prayer at 3 in the afternoon. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, it was 3 in the afternoon. ഇത് ഉച്ചകഴിഞ്ഞ് 3 മണി സമയമാണ്. That was the time all people want to sleep. സത്യത്തിൽ ഈ സമയമാണ് എല്ലാ ആളുകളും ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്ന സമയം. After a heavy lunch, people want to sleep. നല്ല ഒരു ഭക്ഷണത്തിന് ശേഷം, ഉച്ചഭക്ഷണത്തിന് ശേഷം ആളുകൾ ഉറങ്ങുന്ന സമയമാണ്. Peter and John were going up to the temple at the time of prayer. എന്നാൽ യോഹന്നാനും അതുപോലെ തന്നെ പത്രോസും ഈ പ്രാർത്ഥനാ സമയത്താണ് ദൈവാലയത്തിലേക്ക് ചെല്ലുന്നത്. When they were mere fishermen, അവർ വെറും മുക്കുവന്മാർ മാത്രം ആയിരുന്നപ്പോൾ, when they had no Holy Spirit on them, അവരുടെ മേൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. they never had this kind of a desire to pray. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു ആഗ്രഹമൊന്നും അവർക്കില്ലായിരുന്നു. You know very well, in the Garden of Gethsemane we saw Jesus commanded them to pray, watch out and pray, but they slept. നിങ്ങൾക്ക് ഗെത്സമനെ തോട്ടത്തിൽ നടന്ന കാര്യം നിങ്ങൾക്കറിയാം. യേശു കർത്താവ് തന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ ഉറങ്ങിപ്പോയിരുന്നു. These are the same guys. അതേ വ്യക്തികളാണ് ഈ വ്യക്തികൾ. Now during the time of the afternoon sleep, they are now leaving that bed, they are now going to pray. ഈ സമയത്ത് ഉച്ച കഴിഞ്ഞ് നല്ല ഉറക്കം നടത്തേണ്ട സമയത്ത് അവർ അതെല്ലാം മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. What does it tell us? എന്താണ് അത് നമ്മോട് സംസാരിക്കുന്നത്? When we have intimacy with the Holy Spirit, we will love to pray. ഇത് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു അടുപ്പമുണ്ടെങ്കിൽ അത് നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കും. And if we don't have a desire to pray, that means we don't have a deeper level relationship with the Holy Spirit. നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു താല്പര്യം ഇല്ല എങ്കിൽ അത് കാണിക്കുന്നത് ദൈവവുമായിട്ട് ആഴത്തിൽ ഒരു ബന്ധം, ഒരു അടുപ്പം നമുക്കില്ല എന്നുള്ളതാണ്. Now jump to the next chapter, Acts chapter 4. ഇനി ഇപ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിലേക്ക്, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. Acts chapter 4 and verse number 23 up to 31. 4-ാം അധ്യായത്തിന്റെ 23 മുതൽ 31 വരെയുള്ള വേദവചനങ്ങളിലേക്ക് നമുക്ക് വരാം. In that passage, the church as a congregation, as a corporate body, they are facing a lot of opposition. ഇവിടെ ഇപ്പോൾ സഭ അവർ ഒരുമിച്ച് ഒരു സംഘമായി നിൽക്കുമ്പോൾ തന്നെ സഭ ഒത്തിരി പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. And they were under the threat of the king and the officials. അത് മാത്രമല്ല ഇപ്പോൾ രാജാക്കന്മാരുടെയും മറ്റ് അധികാരികളുടെയും ഭീഷണിയിൽ ആണ് ഇന്നിപ്പോൾ സഭ മുന്നോട്ട് Even they were facing a threat to their life.
അവരുടെ ജീവന് തന്നെ അവർ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. What did they do? എന്താണ് അവർ ചെയ്തത്? All of them came together, അവരെല്ലാവരും ഒരുമിച്ച് കൂടി, and all of them together in unity they started praying. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. And the Bible clearly says that they raised their voices. ബൈബിൾ വ്യക്തമായി അവിടെ പറയുന്നു അവർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. There is a time to pray silently, ശാന്തമായി പ്രാർത്ഥിക്കാനുള്ളൊരു സമയമുണ്ട്. but there is a time when the need arises to raise your voice and call out to Him. എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ ഒരു സമയം നിലവിളിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു സമയം കൂടെയുണ്ട്. If everything is going on smoothly, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ you can have a silent prayer. നിങ്ങൾക്ക് ഒരു ശാന്തമായ പ്രാർത്ഥനയായിരിക്കും. But when there is a critical situation, എന്നാൽ ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടാകുമ്പോൾ you will have to pray at the top of your lungs. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഉയർന്ന പ്രാർത്ഥനയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. So these people, the first century believers, they were facing a lot of struggles, a lot of challenges, and they are now lifting up their voices and they were calling out to the deliverer. ഇപ്പോൾ ഈ ജനങ്ങൾ അവർ ആദ്യ നൂറ്റാണ്ടിലെ ആളുകളാണ്. അവരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് എന്താ പറയുക ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനയിൽ അവരായിരിക്കുകയാണ്. They did not panic. അവർ ഭയപ്പെട്ടില്ല. They were not scattered. അവർ ഒരിക്കലും ചിതറിപ്പോയില്ല. They did not resort to any human support. ഏതെങ്കിലും മനുഷ്യരുടെ സപ്പോർട്ടിന് വേണ്ടി അവർ ശ്രമിച്ചില്ല. But instead they called out to God. പകരം അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ് I ഉണ്ടായത്. think in Psalm 121. 121 സങ്കീർത്തനത്തിൽ Oh, I lift up my eyes to the hills. അവിടെ പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. Where shall my help come from? എൻ്റെ സഹായം എവിടെ നിന്ന് വരും? Then he himself answers, my help comes from the maker of the heavens and the earth. എന്നിട്ട് ആ സങ്കീർത്തനക്കാരൻ തന്നെ പറയുകയാണ് എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് കർത്താവിങ്കിൽ നിന്ന് വരുന്നു. Hallelujah. That was a sweet deep trust in him. ഇത് അവനിലുള്ള ദൈവത്തിലുള്ള ആഴമേറിയ ആശ്രയത്വത്തെയാണ് കാണിക്കുന്നത്. So these New Testament believers, they were calling out to God. ഇപ്പോൾ ഈ പുതിയ നിയമത്തിലെ വിശ്വാസികൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. That time the Bible says even the ground where they were standing started to shake. ഇവിടെ ബൈബിൾ പറയുന്നത് അവർ നിന്നിരുന്ന സ്ഥലം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. That means that much immense power from heaven was released. അതിന്റെ അർത്ഥം അത്രയും ശക്തമായ ദൈവത്തിന്റെ ശക്തിയാണ് അവിടേക്ക് ഇറങ്ങി വന്നത്. Hallelujah. Hallelujah. They were all full of the Holy Spirit. അവരെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലായിരുന്നു. Not only they were filled with the Holy Spirit, they were all became so courageous. അവർ ഈ പരിശുദ്ധാത്മാവിനെ നിറയുക മാത്രമല്ല അവർക്ക് എല്ലാവർക്കും വളരെയധികം ധൈര്യമുണ്ടായി. And they started to preach all the more. അത് അവർ കൂടുതൽ ശക്തമായിട്ട് കൂടുതലായിട്ട് അവർ പ്രസംഗിക്കാൻ What I'm തുടങ്ങി. trying to say is that when you have a very good relationship with the Holy Spirit, you will have a desire to pray. I want to pray. I want to pray. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന താല്പര്യമുള്ളവാകും. Now jump into chapter number 10. Acts chapter 10. ഇനി ഇപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. There we read Acts chapter 10 and verse number 9. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു. Again at noontime Peter went upon the roof to pray. ഇവിടെ നാം കാണുന്ന പത്രോസ് അവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വെൺമാടത്തിൽ കയറി. And before that it clearly says that he was so hungry. അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം വല്ലാതെ വിശന്നിരുന്ന സമയമായിരുന്നു. He was so hungry, but still by the time the lady of the house or the women in the house were cooking food for the special guest, an apostle of Jesus Christ, he was feeling so much hunger and he went into prayer. ഇവിടെ ഇപ്പോൾ നാം കാണുന്നത് അവിടെ ഭക്ഷണം കഴിക്കുന്ന അതിന് തൊട്ട് മുന്നമേ അദ്ദേഹത്തിന് വളരെയധികം വിശന്നു. എങ്കിലും ആ ഭക്ഷണം ആ ഭവനത്തിലെ അല്ലെങ്കിൽ സ്ത്രീകൾ ആ ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടു. And he was praying.
അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. and he was praying. അദ്ദേഹം പ്രാർത്ഥിച്ചു. Slowly in the spirit he went into a trance. പെട്ടെന്ന് ആത്മാവിൽ അദ്ദേഹത്തിന് ഒരു വിവശത അനുഭവപ്പെട്ടു. And in that trance he saw a vision. ആ ഒരു വിവശതയിൽ അദ്ദേഹം ഒരു ദർശനം കണ്ടു. And that vision changed the history of Christian church. ആ ഒരു ദർശനം ക്രിസ്തീയ സഭകളുടെ ദർശനത്തെ മാറ്റിമറിച്ചു. I'm not going there, ഞാൻ അങ്ങോട്ട് but പോകുന്നില്ല. I want to tell you something. എന്നാൽ ചില കാര്യങ്ങൾ പറയാൻ This ആഗ്രഹിക്കുന്നു. apostle, he's from a fishing background. ഈ ഒരു അപ്പസ്തോലൻ അദ്ദേഹത്തിന് ഒരു മീൻപിടുത്ത പശ്ചാത്തലമാണുള്ളത്. He was not educated, അദ്ദേഹം അത്രയധികം വിദ്യാസമ്പന്നനല്ല. but now he has the Holy Spirit in him. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവുണ്ട്. And because he's carrying the Holy Spirit is leading him into prayer. ഇപ്പോൾ അദ്ദേഹത്തെ ഈ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലേക്ക് നയിക്കുകയാണ്. It was lunchtime. ഇത് ഉച്ചഭക്ഷണ സമയമാണ്. His physical body was craving for food, തന്റെ ഭൗതിക ശരീരം ഭക്ഷണത്തിന് വേണ്ടി വളരെയധികം വാഞ്ചിക്കുന്നു. but his spirit was yearning, longing to pray. എന്നാൽ തന്റെ ആത്മാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വാഞ്ചിക്കുന്നു. Did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചുവോ? One side, the body is pulling him to eat something, ഇപ്പോൾ തന്റെ ഒരു ഭാഗത്ത് തന്റെ ശരീരം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി തന്നെ but വലിക്കുമ്പോൾ his spirit is pulling him in another direction. എന്നാൽ തന്റെ ആത്മാവ് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് He had a വലിച്ചുകൊണ്ടിരിക്കുകയാണ്. deep desire to pray, തനിക്ക് ആഴത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹം ഉളവാവുകയാണ്. and that changed his whole life അത് തന്റെ ജീവിതത്തെ ആകമാനം and മാറ്റിമറിച്ചു. his ministry. തന്റെ ശുശ്രൂഷയെ മാറ്റിമറിച്ചു. Now, coming to Acts chapter 6, ഇനി അപ്പസ്തോല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വന്നാലും there was a problem in the church. ഇവിടെ ഒരു പ്രശ്നം, സഭയിൽ നടക്കുന്ന ഒരു പ്രശ്നം All നമുക്ക് of them കാണാൻ. came together, എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നു. and finally the conclusion was this. അവിടെ അതിന്റെ ഒടുവിലത്തെ കാര്യം ഇതാണ്. Apostles decided to give their attention to prayer and the ministry of the word. അപ്പസ്തോലന്മാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മുറ്റിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തു. What is happening here? എന്താണ് അവിടെ സംഭവിച്ചത്? All the administration things and all other things you do, deacons, you do, but we are going to pray. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഡീക്കൺസ് നിങ്ങൾ ചെയ്യൂ, ഞങ്ങൾ ഇനി പ്രാർത്ഥനയിൽ ഇരിക്കാൻ പോകുകയാണ്. And one more thing, one more amazing thing I just want to give you. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. Romans 8:26. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം It says 28. the Holy Spirit helps us in our weakness in prayer. ഇവിടെ പരിശുദ്ധാത്മാവ് വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So one of the signs of our intimacy with the Holy Spirit is a desire for prayer. അതുകൊണ്ട് ദൈവത്തോടുള്ള അടുപ്പത്തിന്റെ അടയാളങ്ങളിൽ ഒരടയാളമാണ് പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം എന്നുള്ളത്. When we don't have a desire to pray, that means we are not that intimate with the Holy Spirit. നമുക്ക് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു അടുപ്പം നമുക്കില്ല എന്നുള്ളതാണ്. So we are going to pray now. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Holy Spirit, lead us, drag us, draw us into that intimacy, Lord. പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഈ ഒരു കർത്താവെ അടുപ്പത്തിലേക്ക് ഞങ്ങളെ വലിച്ചടിപ്പിക്കണമേ. Give us a longing, a deep desire to pray. പ്രാർത്ഥിക്കുവാനുള്ള വലിയ ആഗ്രഹം, ആഴത്തിലുള്ള വാഞ്ച ഞങ്ങൾക്കുണ്ടാകട്ടെ. I pray for everyone who is watching this episode. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Create inside of them a desire to pray. കർത്താവെ പ്രാർത്ഥിക്കുവാനുള്ള ഒരാഗ്രഹം ഇവരുടെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഉരുവാകട്ടെ. Father, Lord, I pray that you may heal everyone who is sick. കർത്താവെ ഇപ്പോൾ ശരീരത്തിൽ രോഗമുള്ള ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Somebody with a liver condition, the Lord is healing. ഇപ്പോൾ കരൾ സംബന്ധമായ ചില അസുഖങ്ങളുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. And together with liver, that problem has spread to other internal organs. കരളിൽ നിന്ന് മറ്റ് ചില ശരീരഭാഗങ്ങളിലൂടെ അത് പടർന്നിരിക്കുന്ന ചില രോഗങ്ങൾ. And the Lord wants to heal you right now. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. Jesus is the healer. യേശുവാണ് നിങ്ങളുടെ സൗഖ്യദായകൻ. Somebody with asthma, the Lord is healing. ആസ്മയുടെ പ്രശ്നമുള്ള ആരൊക്കെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. And some others with back pain and
the spinal cord related problems, the Lord is healing now. അതുപോലെ തന്നെ നട്ടെല്ല് സംബന്ധമായിട്ട് നടുവിന്റെ ഭാഗത്ത് വേദനയുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ And സൗഖ്യമാക്കുന്നു. severe allergies are getting healed right now. അതുപോലെ അതിശക്തമായ അലർജിയുടെ അസുഖമുള്ളവർ കർത്താവ് ഇപ്പോൾ I സൗഖ്യമാക്കുന്നു. command that migraine headache to leave in Jesus' name. മൈഗ്രെയിൻ ഹെഡേക്ക് ഇപ്പോൾ ശരീരങ്ങളെ വിട്ട് മാറുവാനായി ഞാൻ There കൽപ്പിക്കുന്നു. is a person and you're vomiting after whatever you eat. നിങ്ങൾ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി The Lord is healing you right now. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. And somebody who had a brain hemorrhage and a stroke, the Lord is healing you അതുപോലെ now. തന്നെ ബ്രെയിൻ ഹെമറേജ് സ്ട്രോക്കിന്റെ പ്രശ്നമുള്ള ആരൊക്കെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Right now, I just want you to stretch out your hands towards the screen and receive whatever healing or breakthrough or deliverance or blessing. ഈ സമയത്ത് ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് നീട്ടി നിങ്ങൾക്ക് വേണ്ട വിടുതലുകൾ, നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് വേണ്ട രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ പ്രാപിച്ചെടുത്താലും In Jesus' name, receive. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിനെ Lord സ്വീകരിക്കുക. Jesus, by faith, I administer, I release your blessings into people. കർത്താവെ, ഇപ്പോൾ വിശ്വാസത്തോടുകൂടെ ഈ ജനത്തിന്റെ മേൽ ഈ അനുഗ്രഹങ്ങളെ ഞാനിപ്പോൾ പകർന്നു പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. God bless you and thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. And I just encourage you to share the video, the link of this video with everyone. എല്ലാവർക്കും ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. After this episode, go to the comment section and type down everything that you want to tell us. ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡ് വീക്ഷിച്ചതിന് ശേഷം കമന്റ് സെക്ഷനിൽ ദയവായി കമന്റ് ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. See you in the next episode. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. God bless you and bye-bye. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.